നോക്കാം. അപ്പൊ നമ്മൾ ഐഗൺ വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു, ഐഗൺ വെക്ടറിനെ കുറിച്ച് പറഞ്ഞു, ഓരോ മെട്രിക്സുകളുടെ ഐഗൺ വാല്യൂസ് എങ്ങനെ കാണാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഐഗൺ വാല്യൂ കാണാന് നമ്മളൊരു ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഡിറ്റർമിനന്റ് മെട്രിക്സ് ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഇക്വേഷൻ ചിലപ്പോ ശരിക്കും ഈ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ, ആ ഇക്വേഷൻ ഇസ് എ പോളിനോമിയൽ ഇക്വേഷൻ, അല്ലെങ്കിൽ പവറിലെ ഒരു ക്വാഡ്രാറ്റിക് ആവാം. ക്വാഡ്രാറ്റിക് ആയത് എപ്പോഴാണ്? 2/2 മെട്രിക്സ് ആകുമ്പോൾ. 3/3 മെട്രിക്സ് ആകുമ്പോൾ 3 ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ റൂട്ട് റിയൽ ആയിക്കൊള്ളണമെന്നില്ല, കോംപ്ലക്സ് റൂട്ട് ഒക്കെ വരാം അല്ലേ? അപ്പൊ കോംപ്ലക്സ് റൂട്ട് വന്നാല് എങ്ങനെയാണ് അതിന്റെ ഐഗൺ വാല്യൂ കാണാം, ഐഗൺ വെക്ടർ കാണാം? സാധാ പോലെ തന്നെ, പക്ഷെ നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ റിസൾട്ട് ഉപയോഗിക്കുകയാണ്. അതായത് എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി എ ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നുള്ള ഏതെങ്കിലും മെട്രിക്സിൽ വെറും റിയൽ എൻട്രീസ് ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും മെട്രിക്സിൽ കോംപ്ലക്സ് നമ്പർ ഇല്ല. മെട്രിക്സിന്റെ ഉള്ളിലുള്ള എൻട്രീസ് മുഴുവൻ റിയൽ ആണ്, റിയൽ നമ്പർ ആണ്, ഐ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ഐ ബീറ്റ അതിന്റെ ഐഗൺ വാല്യൂ ആണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റയും അതിന്റെ ഐഗൺ വാല്യൂ ആണ്. ഇത് കോംപ്ലക്സ് കോൺജുഗേറ്റ് എനിക്കറിയില്ല. 1 പ്ലസ് ഐ ഇതിന്റെ ഐഗൺ വാല്യൂ ആണെങ്കിൽ 1 മൈനസ് ഐയും അതിന്റെ ഐഗൺ വാല്യൂ ആണ്. ഇനി ഐഗൺ വെക്ടർ കാണാനും ഇല്ല സൗകര്യമുണ്ട്. നമ്മൾ 1 പ്ലസ് ഐന്റെ ഐഗൺ വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചു, നമുക്ക് കെ കിട്ടിയെന്ന് വിചാരിച്ചു. 1 മൈനസ് ഐൻ്റെത് കിട്ടാന് ആ മെട്രിക്സിൽ ഐന്റെ ടേമിനൊക്കെ മൈനസ് ഐ കൊടുത്താൽ മതി, അല്ലെങ്കിൽ മെട്രിക്സിന്റെ കോൺജുഗേറ്റ് കണ്ടാൽ മതി. That is this result. This result is very useful. നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു എക്സാമിന് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. Find the eigenvalues and eigenvectors of A equal to 6 minus 1 5 4. It's the matrix. You have to find the eigenvalues and eigenvectors. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാല് 6 മൈനസ് ലാംഡ മൈനസ് 1 5 4 മൈനസ് ലാംഡ ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്താൽ 6 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ പ്ലസ് 5 ഈക്വൽ ടു 0. That is 24 മൈനസ് എത്ര ലാംഡ വരും? മൈനസ് 6 ലാംഡ മൈനസ് 4 ലാംഡ മൈനസ് 10 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 0 അല്ലെ? ഇതന്നെയല്ലേ സിംപ്ലിഫൈ തരാം. ഈക്വൽ ടു എന്താ വരിക? ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ അല്ലെ? ഇനി കോൺസ്റ്റന്റ് 29 പ്ലസ് 29 സമം ലാംഡ ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100 minus 4 into 29. 4 into 29. 4 into 4 116 divide by 2. That's equal to 10 plus or minus root of minus 16 divided by 2. That is 10 plus or minus 4i. അല്ലേ? 4 16 അല്ലേ? By 2. 2 കൂടി cancel. That is 5 plus or minus 2i. അപ്പോൾ നമ്മള് ഒരു ഐഗൺ വാല്യൂ എടുക്കുക. ലാംഡ ഫസ്റ്റ് ലാംഡ 5 plus 2i കേസ് 1 ലാംഡ ഈക്വൽ ടു 5 plus 2i. നമുക്ക് രണ്ടാമത്തെ കോൺജുഗേറ്റും ആണ്.
അപ്പൊ 5 + 2i എന്നുള്ളത് കിട്ടിയാൽ മതി. അടുത്ത എന്താണ് 5 - 2i. ഐക്ക് വരെ -i കൊടുക്കുക എന്നുള്ളതാണ്. നടുവിൽ മൈനസ് കൊടുക്കുക എന്നുള്ളതല്ല. I is replaced by -i. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് a - λ × x = 0 കാണാന് എയുടെ ഡയഗണലിൽ നിന്ന് ലാംഡ കുറക്കുക. എയുടെ എ എന്നുള്ള മെട്രിക്സ് നമുക്കറിയാം എന്താണ് 6 - 1 5 4 ആണ്. 6 - 1 5 4 ആണ്. അതിൽ നിന്ന് 5 + 2i ഡയഗണൽ എൻട്രീസ് 5 + 2i സബ്ട്രാക്ട് ചെയ്യാം. അപ്പോ എന്നിട്ട് ഇവിടെ 0 0 ഇതാണ് മെട്രിക്സ് വരിക. എത്രയാണ് വരിക? 6 - 5 എന്ന് പറഞ്ഞാൽ 1 - 2i - 1 5 - 1 - 2i അല്ലെ. 4 - 5 - 1 പിന്നെ മൈനസ് അങ്ങോട്ട് വരും. അപ്പോ 0 0. ഇത് ശരിക്കും വരിക 1 - 2i into k1 അല്ലെ. k ഞാൻ നേരത്തെ പറഞ്ഞ പോലെ k1 ഇവിടെ k2 ഇവിടെ. So 1 - 2i into k1 minus k2 equal to 0 and 5 minus 1 - 2i into k2 equal to 0 5 k1. So ആദ്യത്തെ ഇക്വേഷന് 1 - 2i into k1 equal to k2 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷനും ഇതും തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാൻ. യെസ്, രണ്ടാമത്തെ ഇക്വേഷനിൽ എന്തായിട്ടാ രണ്ടാമത്തെ ഇക്വേഷൻ ഇത് തന്നെ ഉണ്ടാവുക. കാരണം 5k1 equal to ഇതില് രണ്ടാമത്തെ എന്താ 5k1 equal to 1 - 2i k2. ആദ്യത്തെ ഇക്വേഷന് k1 equal to 1/1 - 2i ആണ്. 1/1 - 2i എത്രയാണ് വരിക? That is 1 + 2i divided by 1 square plus 2 square അല്ലേ. 1 + 2i by 5 ആണ് വരിക. That is 1 + 2i by 5 ആണ് എന്ത് 1 - 2i. So both equations are the same. These two are the same equations. അങ്ങനെ വരും. ഐഗൺ വെക്ടറിൽ രണ്ട് ഇക്വേഷൻ വന്നാൽ രണ്ട് ഇക്വേഷൻ ഒന്നായിരിക്കും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ ഇത് നിവൃത്തിയുള്ളൂ. Put k1 equal to 1 then k2 equal to 1 - 2i. ഈ രണ്ട് ഇക്വേഷൻ അതാ സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോ k equal to 1 1 - 2i is the eigenvalue corresponding to the first root. First root എന്താണ് 5 + 2i. So second rootനെ 5 - 2i ക്ക് corresponding ആയിട്ടുള്ള k എന്തായിരിക്കും 1 1 + 2i. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. Singular matrices. Determinant A equal to 0 ആണെങ്കിൽ we say that the matrix A is singular. അപ്പോൾ A singular ആണെങ്കിൽ determinant A equal to 0 ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക. This can be written as determinant 0 minus I determinant A minus lambda. So 0 is an eigenvalue. അല്ലേ? determinant A minus lambda equal to 0 ആണെങ്കിൽ ഇപ്പൊ determinant A equal to 0 means 0 is an eigenvalue. So A റിസൾട്ട് ആണ് പറയാൻ പോണേ. A is
singular if and only if 0 is an eigenvalue. So 0 eigenvalue ആണോ? ഡിറ്റർമിന്റ് സിംഗുലർ ആണ്. സിംഗുലർ എന്താണ്? ഡിറ്റർമിന്റ് a equal to 0. ഇനി ഫസ്റ്റ് റിസൾട്ട്, രണ്ടാമത്തെ റിസൾട്ട് കുറച്ചുകൂടി പ്രധാനമാണ്. ഡിറ്റർമിന്റ് a equal to lambda 1, lambda 2, etc. lambda n. That is product of eigenvalues. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞാല്, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ആണ്. മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാല് if lambda is an eigenvalue of A, an eigenvalue of A inverse is lambda inverse, or 1 by lambda is an eigenvalue of A inverse. This is the third result. ഈ റിസൾട്ടുകളൊക്കെ ഓർത്തിരിക്കുക, കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ റിസൾട്ടുകളൊക്കെ ഓർത്തിരിക്കുക. One important result: if A is a diagonal or triangular matrix. A diagonal or triangular matrix ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഡിറ്റർമിനന്റ് പറഞ്ഞാല് അതിന്റെ ഡയഗണൽ എൻട്രീസിന്റെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് പറയാവുന്ന റിസൾട്ട് ആണ് eigenvalues are diagonal entries. ഐഗൺ വാല്യൂ കാണണമെങ്കിൽ ഡയഗണൽ എൻട്രീസ് നോക്കിയാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളോട് ചോദിക്കാണ് 1 0 0 0 2 1 0 0 -5. ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്താണെന്ന് ചോദിക്കാം. ഇസ് ദിസ് ഈ വണ്ണിന് പകരം 0 ആണെങ്കിൽ ദിസ് എ ഡയഗണൽ മെട്രിക്സ്. ഈ വണ്ണിന് പകരം 0 അല്ലാത്തതുകൊണ്ട് ഇത് ഡയഗണൽ അല്ല. പക്ഷേ ദിസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, കാരണം അപ്പർ ട്രയാങ്കിൾ മാത്രമേ നോൺ സീറോ വാല്യൂ ഉള്ളൂ. സോ ദിസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. സോ ദ ഐഗൺ വാല്യൂസ് ആർ ദ ഡയഗണൽ എൻട്രീസ്. ഡയഗണൽ മെട്രിക്സ് ആണെങ്കിലും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സോ ആണെങ്കിലും, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ഒക്കെ 0 5 -2 0 1 5 0 0 8. The diagonal entry നോക്കുക, this is an upper triangular matrix. ഡയഗണലും അതിന്റെ മുകൾ ഭാഗത്തും മാത്രം നോൺ സീറോ എൻട്രീസിലെ മെട്രിക്സ് ആണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതിന്റെ ഐഗൺ വാല്യൂസ് ആർ ദ ഡയഗണൽ എൻട്രീസ്. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലറോ അല്ലെങ്കിൽ ഡയഗണലോ ആയ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കാണാൻ നമ്മൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3x3 മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഐഗൺ വാല്യൂസ് കാണാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഉറപ്പാണ് ആ മെട്രിക്സ് ഇതിലേതെങ്കിലും ഒരു കേസിൽ പെടുന്നതാണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു കുനിഷ്ഠ ചോദ്യം ചോദിക്കാം, അല്ലെ, എന്താ പറയാ, കുസൃതി ചോദ്യം ചോദിക്കാം. ഇഫ് A equal to 4 0 2 3, then the eigen values of A inverse are ഇതിന്റെ ഡയഗണലിന്റെ മുകളിൽ ഒരു വര വരച്ചു നോക്കൂ.
It's a lower triangular matrix. A lower triangular matrix. So the eigenvalues are diagonal entries. So eigenvalues of A are 4 and 3. So eigenvalues of A inverse are 1/4 and 1/3.